ഡൗൺ സിൻഡ്രോം ബാധിച്ച തൃശൂർ അന്തിക്കാട് പടിയം സ്വദേശി ഹണി എന്ന 40-കാരന് പരിമിതികളുടെ ചട്ടക്കൂടുകൾ ഭേദിച്ച് പറക്കാനാണ് എപ്പോഴും ഇഷ്ടം. ഭിന്നശേഷിക്കാരൻ എന്ന കാഴ്ചപ്പാടിൽ ഹണിയെ സമീപിക്കുന്ന ഏതൊരാളും അവൻ്റെ നൈർമല്യമുള്ള മനസ്സിലെ അറിവുകൾക്ക് മുന്നിൽ തലകുനിച്ചു പോകും. 24 തൃശൂർ ഔട്ട് സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടീമംഗം മണികണ്ഠൻ കുറുപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. കല്ലാറ്റ് ഭരതന്റെയും ഉഷയുടെയും 2 മക്കളിൽ മൂത്തയാളാണ് ഹണി. SSLC തുല്യതാ പരീക്ഷയിൽ 600-ൽ 556 മാർക്ക് നേടിയാണ് ഹണി പാസ്സായത്. ഇപ്പോൾ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഇതേ സ്കൂളിൽ വൊക്കേഷണൽ ട്രെയിനിയായി പോകുന്നുണ്ട്. കരകൗശല വസ്തുക്കൾ, കുട, അച്ചാർ, മല്ലിപ്പൊടി, വാഷിംഗ് പൗഡർ, ലിക്വിഡുകൾ തുടങ്ങിയവയും നിർമ്മിക്കുന്നുണ്ട്. എപ്പോഴും അച്ഛൻ പുറത്ത് പോകുമ്പോൾ ജ്യോതിഷത്തിന്റെ ഒരു ബുക്കാണ് ഹണി ആവശ്യപ്പെടുക, അല്ലെ? ഹണി അത് കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് അത് അരിച്ച് പെറുക്കി പഠിക്കും. എന്നിട്ട് വീട്ടിൽ വരുന്ന ഗസ്റ്റുകളൊക്കെ വരുമ്പോ അവരോട് ചോദിക്കും, നിങ്ങളുടെ നാളെന്താ, അല്ലെ ഹണി? അപ്പൊ അവര് പറയണ്ട നാളെ അത്തം. അപ്പൊ അത്തത്തിന്റെ മൃഗം എന്ത് പറയും? അത്താണെന്ന് പറഞ്ഞാല് പോത്ത്. അതുപോലെ 28 നക്ഷത്രത്തിന് പറയും എടേന്ന് എവിടെ വേണമെങ്കിലും തിരുവാതിര, അതിന്റെ എന്താ? നായാണ്. ഭിന്നശേഷി കലോത്സവങ്ങളിൽ സിനിമാറ്റിക് ഡാൻസും നാടോടി നൃത്തവും കളിച്ച് ആളുകളെ വിസ്മയപ്പെടുത്തിയിട്ടുമുണ്ട്. നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചു. തിരുവനന്തപുരത്ത് വെച്ച് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ ഡിഫറന്റ് ആർട്ട് സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഭിന്നശേഷി കലോത്സവത്തിലും പങ്കെടുത്തിട്ടുണ്ട്. 2 വർഷമായി ഹണി ഭരതനാട്യവും അഭ്യസിക്കുന്നു. ഇവന് ഡാൻസിനുള്ള കഴിവുകളുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഡാൻസ് ടീച്ചർ ഇവനെ ഡാൻസൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അന്ന് പഠിച്ചിട്ടുള്ള ഡാൻസുകളൊക്കെ ഇന്നും അവന് ബൈഹാർട്ടാണ്. ആ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ അവന് വരും. മൃഗങ്ങളുടെ ശബ്ദം അനുകരിക്കുന്ന കാര്യത്തിലും ഹണി ഒരു കൈ നോക്കാറുണ്ട്. പിന്നെ താറാവ് പോയി മയില്. വീട്ടിലുള്ള സമയങ്ങളിൽ തികഞ്ഞ ഒരു ഗൃഹനാഥനും കൂടിയാണ് ഹണി. 24 തൃശൂർ. എന്നാലും ഹണി ആള് പുലിയാണെന്ന് മനസ്സിലായി. താങ്ക് യു ഹണി.